പ്രിയ പ്രേക്ഷകരെ ഇവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് മോട്ടിവേഷനുമായി ബന്ധപ്പെട്ട ഒരു കൊച്ചു കഥ ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുകയാണ്. കഥകൾ കേൾക്കാൻ താല്പര്യമില്ലാത്തവരാരും, എല്ലാ പ്രായത്തിൽപ്പെട്ടവർക്കും കഥകൾ അറിയാം. മുതിർന്നവർ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്ത കഥകൾ തലമുറയായി ഇത് ലഭ്യമായതാണ്. ഇതായിരുന്നു നമ്മൾ എഴുതിയതോ, ആരെഴുതി, എപ്പോൾ എഴുതി എന്നൊന്നും നമുക്ക് കഥയിൽ ചോദ്യം പാടില്ല എന്നാണല്ലോ സാഹിത്യ വിശേഷണമെങ്കിലും കഥ എല്ലാവരെയും മോട്ടിവേറ്റ് ചെയ്യുന്നതും ഇംപ്രസീവാണ്. പ്രത്യേകിച്ചും കുട്ടികൾക്ക്. പ്രധാനമായും കഥ കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു രാജാവിൻ്റെ രാജസേവകൻ ദരിദ്രനായിരുന്നെങ്കിലും എപ്പോഴും അവൻ സന്തോഷവും തൃപ്തിയുള്ളവനായിരുന്നു. ഇത് ശ്രദ്ധിച്ച രാജാവ് തൻ്റെ മന്ത്രിയോട് ചോദിച്ചു, ഞാൻ വളരെ സമ്പന്നനും, എനിക്ക് ധാരാളം സമ്പത്തുണ്ട്, പ്രതാപവും അധികാരമൊക്കെ ഉണ്ടായിട്ടും എനിക്ക് പലപ്പോഴും സമാധാനവും സന്തോഷവും ലഭ്യമല്ല. പക്ഷേ എൻ്റെ ഈ സേവകർ എത്ര സന്തോഷവാനായിരിക്കുന്നത്. ഇത് കണ്ടിട്ട് രാജാവിനോട് തൻ്റെ മന്ത്രി, അങ്ങനെ ആയിരിക്കണമല്ല മന്ത്രി, രാജാവിനെ ഉപദേശിക്കാൻ വേണ്ടിയും രാഷ്ട്രീയപരമായ രാജ്യത്തിൻ്റെ പല കാര്യങ്ങളെയും രാജാവ് ശ്രദ്ധിക്കാത്തത് രാജാവിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരിക എന്നുള്ളതാണല്ലോ മന്ത്രിയുടെ ചുമതലയും ഉത്തരവാദിത്വം. അപ്പം തക്കതായൊരു മറുപടി രാജാവിന് മന്ത്രി നൽകി. എങ്ങനെയാണ്, അല്ലയോ രാജാവേ, അങ്ങ് ഞാൻ പറയുന്ന ഒരു കാര്യങ്ങൾ ചെയ്തു തരണം. എന്താണ്, പറഞ്ഞുകൊള്ളുക. 99 സ്വർണ്ണ നാണയങ്ങൾ എനിക്ക് തരാൻ അനുമതി നൽകണം. അങ്ങനെ അനുമതി നൽകി 99 സ്വർണ്ണ നാണയങ്ങൾ ഒരു സഞ്ചി എന്ന് നമ്മളെന്ന് പറയുന്നെങ്കിൽ അന്നുണ്ടായിരുന്ന ഒരു കിഴിക്കകത്ത് എന്തോ അത് കെട്ടിയിട്ട് അതിൻ്റെ പുറത്ത് രാജാവിൻ്റെ വക സമ്മാനം 100 സ്വർണ്ണ നാണയങ്ങൾ എഴുതി ഈ പറയപ്പെട്ട സന്തോഷവാനായിരിക്കുന്ന കഥയിൽ പേരില്ലാത്ത ഈ സേവകന്റെ വീട്ടിൽ കൊണ്ട് രാത്രിയിൽ വെച്ചു. പ്രഭാതത്തിൽ ഉണർന്നു വന്ന രാജസേവൻ തൻ്റെ അടുക്കൽ എത്തിയിരിക്കുന്ന രാജാവിൻ്റെ വക സമ്മാനം അത് 100 സ്വർണ്ണ നാണയങ്ങൾ എന്ന് കണ്ടിട്ട് സേവകന് ഭയങ്കര സന്തോഷമായി. ഇന്നത്തെ ശൈലി പറഞ്ഞ വലിയ ലോട്ടറി അടിച്ചതുപോലെയായി. അദ്ദേഹം തുറന്ന് പരിശോധിച്ചു, എണ്ണി നോക്കിയപ്പോൾ 99 നാണയങ്ങൾ മാത്രമേ ഉള്ളൂ. എന്നാൽ പുറത്തെഴുതിയിരിക്കുന്നത് 100 എന്നാണ്. ഈ നഷ്ടമായി, സത്യത്തിൽ നഷ്ടമായില്ലെങ്കിലും നഷ്ടമായി എന്ന് രാജസേവന ഗ്രഹിച്ച ഈ സ്വർണ്ണ നാണയത്തെ തേടി അന്വേഷിച്ച് തൻ്റെ വീടും പരിസരവും ഒക്കെ അന്വേഷിച്ചു. മക്കളെയും ഭാര്യയും തൻ്റെ വീട്ടിലുള്ള സേവകരോടൊക്കെ അത് കർക്കശമായി അന്വേഷിച്ചു. അത് കിട്ടാതെ വന്ന് 2 ദിവസങ്ങൾ താൻ ദൗത്യത്തിനായി തൻ്റെ ജോലിക്കായി കടന്നു പോകുന്ന ഇടങ്ങളിലൊക്കെയും തനിക്ക് ലഭിച്ച 99 സ്വർണ്ണ നാണയങ്ങളുടെ മതിപ്പും രാജാവ് നേരിട്ട് എനിക്ക് നൽകിയതും മറ്റൊരാൾക്കും നൽകാതിരിക്കെ അത് ശ്രേഷ്ഠമായി കരുതി ലഭിച്ചതിൽ സന്തോഷം ലഭിക്കാതെ തനിക്ക് നഷ്ടമായി എന്ന് തൻ്റെ ധാരണ, സത്യത്തിൽ 99 ആണല്ലോ ഉള്ളി വെച്ചത്, എന്നാൽ തനിക്ക് ഒന്ന് നഷ്ടപ്പെട്ടു എന്ന് താൻ സ്വയം ചിന്തിച്ച് ആ സേവകൻ നിരാശനും ദുഃഖിതനായിരിക്കെ 2-3 നാൾ കഴിഞ്ഞ് മന്ത്രി രാജാവിനെ വിളിച്ചേച്ച് പറഞ്ഞു, താങ്കൾ നോക്കുക, സന്തോഷവാനായിരുന്ന മനുഷ്യൻ ഇപ്പോൾ എങ്ങനെയായിരിക്കുന്നു എന്നും രാജാവിന് ബോധ്യമായി. പണവും പ്രതാപവും അധികാരവും എല്ലാം ഉണ്ടെങ്കിലും മനുഷ്യരുടെ സ്വഭാവം ഒരിക്കലും മനസ്സും ഒന്നും തൃപ്തമല്ലെന്നും എത്ര ലഭിച്ചാലും ഇനി ചന്ദ്രനിൽ നേരെ ചെന്നെന്ന് പറഞ്ഞാലും ഏതെല്ലാം മോഹങ്ങൾ മനുഷ്യന് നടന്നാലും നിവൃത്തിയിരിക്കപ്പെട്ടാലും മനുഷ്യൻ സംതൃപ്തൻ അല്ല എന്ന ഒരു ഉപമ മാതൃകയാണ് ഈ കഥ നമ്മളെ ഓർപ്പിക്കുന്നത്. കേൾക്കുന്ന നിങ്ങളെല്ലാം ഓർക്കുക, പഠിക്കുന്ന പ്രായത്തിൽ കുട്ടികൾക്ക് നല്ല വിജയം നേടണമെന്നായിരുന്നു. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എൻ്റെ പഠനകാലങ്ങളിൽ റാങ്ക് ആയിരുന്നു. അത് നിർത്തിയത് വളരെ നന്നായി. റാങ്ക് ഹോൾഡേഴ്സ് കൂടുതലും പെൺകുട്ടികളായിരിക്കും. കാണാതെ പഠിച്ച് എഴുതി വെക്കാൻ അവർ മിടുക്കരാണ്. അത് മാറിയത് വളരെ നന്നായി. ഇത് ചിലപ്പോൾ റാങ്ക് കിട്ടുന്ന വ്യക്തി അവർ പ്രതീക്ഷിക്കാത്ത നിലയിൽ പത്രക്കാർ അവിടെ ചെന്ന് കഴിയുമ്പോൾ അവർ തുള്ളലും ചാട്ടവും സന്തോഷവും ഒക്കെ കാണുമ്പോൾ മറ്റുള്ളവർക്ക് ദൈവമേ എത്ര സന്തോഷമാണ്. ഹൈസ്കൂളിൽ പഠിക്കുമ്പം റാങ്കും മറ്റ് A+ ഒക്കെ മേടിക്കാൻ ആഗ്രഹിക്കും. അത് കഴിഞ്ഞിങ്ങനെ പഠന മേഖലയിൽ ഏറ്റവും നല്ല സ്റ്റുഡൻ്റായി, സ്റ്റേറ്റിൽ 1 സ്കൂളിൽ ഫസ്റ്റ് ഒക്കെ ആഗ്രഹിക്കുമ്പോൾ അത് കഴിഞ്ഞിട്ട് ജോലിയിൽ ഇതുപോലെ ഉയർച്ച, പിന്നെ വിവാഹം, കുടുംബം, ഇങ്ങനെ എല്ലാറ്റിനും മനുഷ്യൻ
ഇങ്ങനെ അന്വേഷിച്ച് നടക്കുന്നല്ലാതെ തൻ്റെ ജീവിതത്തിൽ ലഭിച്ചിരിക്കുന്ന പദവിയോ വിദ്യാഭ്യാസമോ കഴിവോ തൻ്റെ ജന്മനാ ലഭിച്ചിരിക്കുന്ന കലാപരമായ കാര്യങ്ങളോ മറ്റാർക്കും ഇല്ലാത്തതെല്ലാം എനിക്കുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് അതിനെ ഉപയുക്തമാക്കി മറ്റുള്ളവർക്കും മാതൃകയായി കുടുംബത്തിനും ദേശത്തും ഒക്കെ അനുഗ്രഹമായി തീരുവാൻ അതല്ല ആഗ്രഹിക്കുന്ന മറുവശത്ത് മറ്റുള്ളവരുമായി കമ്പയർ ചെയ്യുക. പ്രിയപ്പെട്ട കൂട്ടുകാരെ, യൗവനക്കാരെ, വിശേഷാൽ സ്കൂൾ കോളേജ് പഠിക്കുന്നവരും 30 വയസ്സ് വരെയുള്ളവരാണ് ഞാൻ ഇത് എയിം ചെയ്യുന്നത്. നിങ്ങളുടെ മേഖല എൻ്റെ മുൻകാലങ്ങളിൽ ഞാനും പബ്ലിക് യൂട്ടിലിറ്റി കമ്പനി ജോലി ചെയ്താണ്. അവിടെ 57-58 വയസ്സ് വരെ ജോലി ചെയ്യുമായ റിട്ടയർമെന്റ്, പ്രൊഡമെന്റ്, ഗ്രാറ്റുവിറ്റി, ബോണസും ഒക്കെ ഉള്ളപ്പോൾ ഇന്ന് അങ്ങനെ ഒരു കാര്യം പുതിയ തലമുറയ്ക്കില്ല. കാരണം അവരാരും തന്നെ എത്ര ശമ്പളം കിട്ടിയാലും ഒരു തൊഴിലോടും അതിനോടുള്ള പ്രതിബദ്ധത, കമ്മിറ്റ്മെന്റ് ഇല്ല, സന്തോഷമില്ല. കുറേ നാൾ കഷ്ടപ്പെടും, കുറേ നാൾ തിന്നും, കുറേ സമ്പാദിക്കും, പിന്നെ മറ്റൊരു മേഖലയിൽ പോകുമ്പോൾ ഇന്ന് പേരാണ് 1 വർഷത്തേക്കുള്ള ആനുകൂല്യങ്ങളെല്ലാം ആ മാനേജ്മെന്റ് പറയുന്നു, നിങ്ങളെക്കുറിച്ച് നല്ല താല്പര്യമില്ലെങ്കിൽ നിങ്ങളെ പുറത്തു പോകാം, അല്ലെ കണ്ടിന്യൂ ചെയ്യുക. ഇതാണ് ഇന്നത്തെ അവസ്ഥ. പണ്ട് അങ്ങനെയല്ലായിരുന്നു. തൻ്റെ മേഖലയിൽ ആത്മാർത്ഥതയോടെ ജോലി ചെയ്ത് മാനേജ്മെന്റിനും തൻ്റെ ബോസിനൊക്കെ അവർക്ക് നല്ല അഭിപ്രായം നേടിയെടുക്കാനായിരുന്നു എൻ്റെയൊക്കെ പ്രായത്തിലുള്ളവരുടെ ലക്ഷ്യവും. അതായിരുന്നെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് ലക്ഷ്യമില്ലാത്തൊരു ജീവിതം, ചരട് പൊട്ടിയ വട്ടം പോലെ. അക്കരെ നിൽക്കുമ്പോൾ ഇക്കരെ, ഇക്കരെ നിൽക്കുമ്പോൾ അക്കരയാകുന്നത് ശരിയല്ല. ഇവിടെ നിന്നിട്ട് ഇവിടെ നിന്ന് വഴിയിൽ നിന്നും പറഞ്ഞ് വിദേശത്ത് പോകും. വിദേശത്ത് പോയി ഗൾഫിൽ ചെന്ന് കുറെ 10 രൂപ ഉണ്ടാക്കി കുറെ വീടും വെച്ച് ബാങ്ക് ലോൺ എടുത്ത് കുറെ കാര്യങ്ങളെല്ലാം മേടിച്ചിട്ട് പിന്നെ തിരിച്ച് ചെന്ന് ഓസ്ട്രേലിയയിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ യൂറോപ്പിലേതെങ്കിലും രാജ്യങ്ങളിലോ US-ലോ കാനഡ പോയി. ഇങ്ങനെ നിരന്തരമായ യാത്രകളും കഷ്ടപ്പെടലുമല്ലാതെ നിങ്ങളുടെ ജീവിതത്തിൽ എന്താ ഒരു നന്മയും സന്തോഷം? നിങ്ങൾ പാശ്ചാത്യരെ കണ്ടുപിടിക്കുക. 5 ദിവസമേ അവർ വർക്ക് ചെയ്യുള്ളൂ. സാറ്റർഡേ സൺഡേ ഒക്കെ ലീവ് എടുത്ത് അടിച്ചു കൊടുക്കും. ടെൻഷൻ എല്ലാം മാറും. ജോലി ചെയ്യുമ്പോൾ ആത്മാർത്ഥതയോടെ ജോലി ചെയ്യും. 1-2 ദിവസം അവർ നന്നായി എന്റർടൈൻമെന്റ് ചെയ്ത് മനസ്സിനെ അവര് സന്തോഷമാക്കി വെക്കും. മലയാളികൾ, ഇന്ത്യക്കാർ അങ്ങനെയല്ല. രാത്രി എന്ന പകലൊന്നും വ്യത്യാസമില്ലാതെ പാശ്ചാത്യര് തള്ളിവിടുന്ന ദിവസങ്ങൾ ഓവർ ടൈം എടുത്തും ലക്ഷങ്ങളും കോടികളും സമ്പാദിക്കും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഷുഗറും കൊളസ്ട്രോളും BP-യും ഒക്കെ പിടിച്ച് അത് ഇവിടെ വന്ന് അത് വയസ്സായി കഴിയുമ്പോൾ മക്കളൊക്കെ പറക്കം പറ്റി വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോൾ അപ്പനും അമ്മയും ഒരു പട്ടിയെ വളർത്തി ഇങ്ങനെ ഇരിക്കുന്നതാണ് മലയാളികളുടെ ഇന്നത്തെ സമ്പത്തുള്ളവരെന്ന് മറക്കരുത്. എത്രയോ വീടുകൾ, കൊട്ടാരം പോലെ വീടുകൾ, 2000-3000 സ്ക്വയർ ഫീറ്റ് വീടുകൾ ഗംഭീര നിലയിൽ പണിത് വെച്ചിട്ട് അവിടെ രാവാർക്കാൻ ആരുമില്ലാതെ, അതെ വിശുദ്ധ ബൈബിൾ പറയുന്ന പോലെ കുറുക്കൻ ഓരിയിടുകയും ചീവീടുകളും അതെ എന്താ പറയുന്നത് മറ്റ് രാത്രി സഞ്ചരിക്കുന്ന ജീവികളൊക്കെ രാവാർത്ത്, അല്ലെങ്കിൽ അവരതിൻ്റെ അകത്ത് വസിച്ച് നല്ല നല്ല ഭവനങ്ങളെന്ന് ആർക്കും വേണ്ടാത്ത നിലയിൽ കടബാധ്യതയായി തീരുമ്പോൾ ഓർക്കുക, മനുഷ്യന് സംതൃപ്തമായൊരു മനസ്സ് വേണം. നമ്മൾ ലഭിച്ചിരിക്കുന്ന വസ്ത്രത്തിൽ, ലഭിച്ചിരിക്കുന്ന വിദ്യാഭ്യാസത്തിൽ നാം സംതൃപ്തരാണെങ്കിൽ അതാണ് ഏറ്റവും നല്ല ജീവിതമെന്ന് മറക്കരുത്. ഇതിനെല്ലാം ഉദാഹരണമായി അനവധി പേരുണ്ട്. ഞാൻ ചരിത്രത്തിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന അമേരിക്കൻ മുൻ പ്രസിഡന്റുമാരിൽ 2 പേരെന്ന് തോമസ് ജെഫേഴ്സണും മറ്റൊരാളാണ് ഏബ്രഹാം ലിങ്കൻ. സാധാരണ കുടുംബത്തിൽ അദ്ദേഹം മരം വെട്ടുകാരനായും ചെറിയ ചെറിയ വീട്ടിൽ ജീവിച്ചും സ്ട്രീറ്റ് ലൈറ്റിന്റെ വെട്ടത്തിൽ താൻ പഠനം തുടർന്നും അവസാനം അമേരിക്കയുടെ പ്രസിഡന്റായി. തൻ്റെ ജീവിതത്തിന്റെ മേഖലകളിലെല്ലാം തന്നെ പരാജയപ്പെട്ടു. അപ്പം മരിച്ചുപോയി, അമ്മ മരിച്ചുപോയി, രണ്ടാനമ്മ വന്നു. അവരാണ് ആബ് എന്ന് പേരിട്ട്, ഏബ് എന്നൊക്കെ പേരിട്ട് ഓമനപ്പേര് വിളിച്ച് അത് തൻ്റെ സ്വന്തം മകനേക്കാൾ നന്നായി സ്നേഹിച്ചു വളർത്തിയ ഏബ്രഹാം ലിങ്കന്റെ ചരിത്രം യുവാക്കന്മാരെ, യുവതികളെ നിങ്ങൾ വായിക്കുക. ലോക ചരിത്രത്തിൽ നെപ്പോളിയൻ ബോണപ്പാർട്ട് മറ്റൊരു ഇതിഹാസവും എൻ്റെ പ്രിയപ്പെട്ട ആളാണ്. സാധാരണ ഒരു പട്ടാളക്കാരനായ മകനായി ജനിച്ചവൻ ഫ്രാൻസിന്റെ ചക്രവർത്തി ആയത് തൻ്റെ മാനസിക പക്വതയും വിവേകവും ദീർഘവീക്ഷണമാണെന്ന് മറക്കരുത്. അതുകൊണ്ട് കുട്ടികളെ, യുവാക്കന്മാരെ, യുവതികളെ, മധ്യവയസ്കരെ, നമുക്കിതൊരു മാതൃകയായി തീരട്ടെ. ഓരോരുത്തർക്കും വിജയം ആശംസിച്ചുകൊണ്ട് ഇത് വൈൻഡപ്പ് ചെയ്യും.